ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ് കവിയും ഗാനരചയിതാവുമായ ആർ വൈരമുത്തുവിന് ജ്ഞാനപീഠം സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ തമിഴ് എഴുത്തുകാരനാണ് വൈരമുത്തു. സുജിത് ചന്ദ്രൻ ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുജിത്ത്, വൈരമുത്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നതമായ സാഹിത്യ പുരസ്കാരത്തിലേക്ക് നടന്നു കയറുമ്പോൾ ആ സർഗാത്മക യാത്രയെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു? എന്തൊക്കെ വിശദാംശങ്ങൾ? വളരെ സർഗാത്മകമായ ഒരു യാത്രയായിരുന്നു വൈരമുത്തുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതം അത് ഒരേ സമയം തന്നെ പ്രതിഭയുടെ മിന്നലാട്ടം കൊണ്ട് ശ്രദ്ധേയവും അതേസമയം തന്നെ ഏറെ വിവാദങ്ങൾ നിറഞ്ഞതുമായിരുന്നു. മീട്ടു ആരോപണങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷവും ഒരു വേദിയിൽ ചെരിപ്പേറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും തെന്നിന്ത്യൻ സാഹിത്യത്തിലെ, തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആധുനിക തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ശബ്ദമാണത്. ഇന്ത്യൻ സാഹിത്യരംഗത്തെ ഒട്ടുമിക്ക പ്രധാന പുരസ്കാരങ്ങളൊക്കെ തന്നെ സംസ്ഥാന സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ശ്രേഷ്ഠമായ തമിഴ് പദങ്ങളെ ആധുനിക കാലത്തെ ഭാഷയോട് ചേർത്ത് വെച്ച സംഗീത സാന്ദ്രമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ സംഗീതത്തെക്കുറിച്ച് നമുക്കൊക്കെ ഒരുപക്ഷെ അതായിരിക്കും കൂടുതൽ പ്രശസ്തം. ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ അസംഖ്യം പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മലയാളത്തിലെ ONV പുരസ്കാരമടക്കം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ തന്നെ പരമോന്നത സാഹിത്യ പുരസ്കാരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണിത്. സാഹു ജെയിൻ കുടുംബത്തിലെ ശാന്തി പ്രസാദ് ജെയിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി രമാ ജെയിനും ചേർന്ന് സ്ഥാപിച്ച പുരസ്കാരമാണിതെങ്കിൽ പോലും ഇപ്പോൾ എല്ലാ ഭാഷയിൽ നിന്നും പ്രത്യേക സമിതികളൊക്കെ വെച്ച് ആളുകളെ തിരഞ്ഞെടുത്ത് അർഹരായവർക്ക് ഈ പുരസ്കാരം നൽകുന്ന പതിവാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സാഹിത്യ ആഴവും കൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമായി തന്നെയാണ് എണ്ണുന്നത്. ഇന്ത്യൻ സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായി തന്നെയാണ് അത് എണ്ണുന്നത്. ഏതായാലും അത് വൈരമുത്തുവിനെ തേടി വരുമ്പോൾ ജയകാന്തന് ശേഷം ഒരിക്കൽ കൂടി തമിഴ് ഭാഷ അനുഗ്രഹിക്കപ്പെടുകയാണ്. ശരി, തമിഴ് കവിയും ഗാനരചയിതാവുമായ ആർ വൈരമുത്തുവിന് ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നു. സുജിത്ത് പറഞ്ഞതുപോലെ തമിഴ് ഗാനശാഖയിലാണ് അദ്ദേഹം പ്രത്യേകം വ്യക്തിമുദ്ര പതിപ്പിച്ചത്. എല്ലാ മേഖലകളിലും ആ ക്ലാസിക് ഭാഷയിൽ അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. മറ്റ് വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ജ്ഞാനപീഠം അദ്ദേഹത്തിൻ്റെ സർഗ യാത്രയ്ക്ക് ലഭിച്ച മികച്ച രാജ്യത്തിൻ്റെ അംഗീകാരമായി തന്നെ കാണാം.